ഇവിടെ വയനാട്ടിലുള്ള വോട്ടുകളെല്ലാം പ്രിയങ്കാഗാന്ധിക്ക് നിഷ്പക്ഷമായി ഉള്ള വോട്ടുകൾ, നല്ല വോട്ടുകളില്ല, ഒരു വോട്ടുകൾ ചേർന്നില്ല. അവർ നിലവിലുള്ള വോട്ടുകൾ മാത്രമേ ചെയ്തോളൂ. ബാംഗ്ലൂരിലൊരു വെറും ഒരു ലോക്സഭാ മണ്ഡലത്തിൽ മാത്രം എതിരുന്നത് ഇപ്പൊ രാജ്യം മൊത്തത്തിൽ ഇങ്ങനെ ആയിട്ടുണ്ട്. ഓരോരോ ആരോപണങ്ങളും മറ്റ് തെളിവുകളായിട്ട് വരുന്നുണ്ട്. അപ്പൊ എല്ലാം അന്വേഷിക്കണം, എല്ലാം കണ്ടെത്തണം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവര് അദ്ദേഹത്തിന് വീണ കളങ്കം അവർ മായ്ക്കണം തന്നെ വേണം. ഇവിടെ ഒന്നും കള്ളവോട്ട് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാകാൻ വഴിയില്ല. എന്നാലും ഒരു കേന്ദ്രമന്ത്രി അങ്ങനെ പറയുമ്പോൾ അതിന് സത്യം ഉണ്ടാവില്ലേ? ആ സത്യമുള്ളത് അന്വേഷിക്കട്ടെ. മന്ത്രി ഉന്നയിച്ചത് 3 പെണ്ണുങ്ങളെ പേര് വെച്ചിട്ടാ, മൈമുന വെച്ചിട്ട്. ആ 3 സ്ത്രീയാണ്. ഇവിടുന്ന് ഇപ്പൊ ഒരാൾ കൊടുത്തതാണ് 3 അത് പത്രത്തിലുണ്ടല്ലോ 3 അത് വേറെ ജോലിന്റെ. രാഹുൽ ഗാന്ധി തന്നെ പറഞ്ഞു, ഇപ്പൊ കർണാടകയില് കോൺഗ്രസ് ഭരിക്കുന്ന അവിടെ തന്നെ ജോലി നടന്നപ്പോ രാഹുൽ ഗാന്ധി വെച്ചായിട്ട് അവിടെ നിന്നല്ലേ തുടങ്ങിയത്. അതിനൊന്നുമില്ല. ഇവിടെ കള്ളവോട്ടിന്റെ നിങ്ങൾക്ക് സംഭവമില്ല, പ്രത്യേകിച്ച് വയനാട്ടിൽ. പ്രിയങ്കാഗാന്ധിക്ക് ജയിക്കാൻ ഒരു കള്ളവോട്ടിന്റെ ആവശ്യമില്ല, ഒരു ആവശ്യമില്ല. പ്രിയങ്കാഗാന്ധിക്ക് അവർക്ക് ജയിക്കുന്നവർക്കും ഒരു ആവശ്യം. കാരണം രാഹുൽ ഇന്ത്യയിലൊക്കെ ജയിച്ച് എത്ര കൊല്ലം വോട്ടിനാണ് ജയിച്ചു വന്നിരിക്കുന്നത്. നാടിന് വേണ്ടിയിട്ട് അവരെ മുത്തശ്ശിയും അമ്മ അങ്ങനെയൊക്കെ നോക്കുന്നെങ്കിൽ നമുക്ക് ബാക്കിലേക്ക് ചിന്തിച്ചു നോക്കിയാൽ അറിയാലോ. കേന്ദ്രമന്ത്രി പഠിക്കാതെ പറഞ്ഞതായിരിക്കാം, അതേപോലെ പറയുന്നതായിരിക്കുമല്ലോ. കേന്ദ്രമന്ത്രി ഇവിടെ ഒന്നുമില്ലല്ലോ, അന്വേഷിച്ചില്ലല്ലോ, അല്ലെ ആളെ വിട്ടിട്ടുണ്ടോ? ഇല്ല. ജയിക്കാനുള്ള കൂടുതൽ വോട്ട് വിട്ടിട്ട് പിന്നെ എന്തിനാ കള്ളവോട്ട്? അപ്പൊ കേന്ദ്രമന്ത്രി പറഞ്ഞത് തെറ്റാണോ? പക്ഷെ പ്രിയങ്കാഗാന്ധി ഒരു തെറ്റ് ചെയ്തിട്ടില്ലല്ലോ. ഇല്ല ഇല്ല, നല്ലതല്ലേ. ഇപ്പൊ ഞാൻ പറഞ്ഞാൽ ആര് പറഞ്ഞു ശുദ്ധാബുദ്ധം. ഇതിന്റെ ആവശ്യം പ്രിയങ്കാഗാന്ധി കൂടെ ഇല്ല. ഇവിടെ കള്ളവോട്ട് ചേർക്കേണ്ടതോ അങ്ങനെ ഒരു പ്രവർത്തനം കാണിക്കേണ്ട ആവശ്യം ഇന്ന് വയനാട് ജില്ല വയനാട് മണ്ഡലത്തിലില്ല, ആവശ്യമില്ല. ശുദ്ധാബുദ്ധമാണ് പറഞ്ഞത്. ശുദ്ധ അസംബന്ധം, അത് ശുദ്ധ അസംബന്ധം. പ്രിയങ്കാഗാന്ധിക്ക് അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. അത് ശുദ്ധ അസംബന്ധം മാത്രമേ പറയാനുള്ളൂ, വേറെ ഒന്നും പറയാനില്ല. ആ പ്രിയങ്കാഗാന്ധി ഇല്ല, അതങ്ങനെ സാധ്യത കുറവാണ്. പൊതുവെ എല്ലാവർക്കും താല്പര്യമുള്ള ഒരാളായിരുന്നു. പിന്നെ അവരുടെ മുമ്പത്തെ കോൺഗ്രസിന്റെ വലിയ നേതാക്കന്മാരൊക്കെ അവരുടെ മക്കളൊക്കെ ആയതുകൊണ്ട് താല്പര്യമുണ്ട് പൊതുവെ. അതുകൊണ്ട് അതൊന്നായിരിക്കാം. എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ അവർക്ക് ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചത് അവരോടുള്ള ഇഷ്ടമാണ്. നല്ല കള്ളത്തരം ചെയ്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രിയങ്കാഗാന്ധി വ്യാജവോട്ട് ചേർത്തി എന്നുള്ളതിൽ നമുക്ക് അഭിപ്രായമില്ല. കാരണം എന്താ പറയുക, ഓരോ പ്രദേശത്തും പ്രാദേശികമായിട്ടുള്ള എല്ലാ ഹിയറിങ്ങും പരിശോധനകളൊക്കെ ചെയ്തതിന് ശേഷമാണല്ലോ വരുന്നത്. ഇവിടെ പാർട്ടികൾ സജീവമാണോ? സജീവമായിട്ട് പാർട്ടികളുള്ള സ്ഥലത്ത് ഒരിക്കലും ആ ഒരു രീതിയിൽ വരാൻ സാധ്യതയില്ല. വെറും ഉദ്യോഗസ്ഥ രീതിയിലുള്ള ചേർക്കൽ മാത്രമല്ല, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഏറെക്കുറെ വോട്ട് ചെയ്യുന്ന സ്ഥലത്തും ചേർക്കുന്ന സ്ഥലത്തൊക്കെ നമുക്ക് എല്ലാ ആളുകളും ഉണ്ടല്ലോ, എല്ലാ പാർട്ടിക്കാരും പ്രതിനിധീകരിച്ച് ഉള്ള സ്ഥലം ഇതായതുകൊണ്ട് അതിന് സാധ്യത കുറവാണ്. ഇവിടുത്തെ കേരളത്തിന്റെ സാഹചര്യം വെച്ച് പരിശോധിച്ച് നോക്കിയാൽ അതിലത്ര അടിസ്ഥാനമില്ലാന്നാണ് എനിക്ക് അറിയാൻ കഴിയും. അഭിപ്രായം എന്ന് പറയാൻ ഇവിടുത്തെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വനിതയാണ്. ആര് ജനങ്ങളുടെ ഒരു നേതാവാണ്. സ്ത്രീകളുടെ കൂട്ടത്തിൽ എല്ലാം വലിയവർക്കും ചെറിയവർക്കും ആയാലും ശരി, കോളേജ് വിദ്യാർത്ഥികളോ ഒക്കെ എല്ലാവർക്കും ആയാലും പ്രിയങ്ക ഗാന്ധിയാണ്. കള്ളവോട്ട് ചേർത്ത് ജയിക്കേണ്ട ആവശ്യവർക്കില്ല. ഇല്ല, അല്ലാതെ തന്നെ കിട്ടുമല്ലോ വോട്ട്. അപ്പൊ ഞങ്ങളവിടെയൊക്കെ ഉണ്ടായിരുന്ന വോട്ട് ചേർന്നവർക്ക് അങ്ങനെ എന്താ പറയാ കൃത്രിമത്വം കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് പിന്നെ ഓൾറെഡി പണ്ടേ ഒരു UDF മണ്ഡലമാണല്ലോ, ലോക്സഭ മണ്ഡലം വന്ന കാലം തൊട്ട് തന്നെ ഉള്ളത്. അപ്പൊ അതിലുള്ളൊരു മാറ്റം ആ ആൾക്കാർ ഇപ്പം അവരെ ഒരു പിന്തുടർച്ചയായിട്ട് ആൾക്കാർ വോട്ട് ചെയ്യുന്നു, അത്ര മാത്രം. ഇവിടെ ഒന്നും കള്ളവോട്ട് നടക്കുന്ന സ്ഥലങ്ങളല്ലല്ലോ. അല്ല എവിടെയെങ്കിലും ഉണ്ടോ? അറിയില്ല. ഈ ഭാഗങ്ങളിലൊന്നും കള്ളവോട്ടുകൾ പോകുന്ന പ്രിയങ്കാഗാന്ധി ഇവിടെ കേരളത്തിൽ നിന്നോ അതിനൊരു ആവശ്യം ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇത്രയും വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചിട്ട് അന്നൊന്നും കള്ളവോട്ടിന്റെ ഒരു പ്രശ്നം പറയുന്ന കേട്ടില്ല. രാഹുൽ ഗാന്ധിന്റെ സഹോദരി കള്ളവോട്ട് നേടിയിട്ടല്ല ജയിച്ചതെന്നുള്ള 100% വിശ്വസിക്കുന്ന ആളാണ്. അത് വേറെ ഒരു ആരോപണം മാത്രമേ ഉള്ളൂ. ഇപ്പോഴത്തെ ഒരു രാഹുൽ ഗാന്ധി ഉയർത്തിയ ആരോപണത്തിന് ഒരു മറുപടി ഇടാന്നുള്ള മാത്രമേ ഉള്ളൂ. പ്രത്യേകമായിട്ട് വയനാടിനെ പോലെ ഒരു മണ്ഡലത്തില് കള്ളവോട്ട് വന്നു എന്നുള്ളതൊന്നും ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. രാഹുൽ ഗാന്ധിയുടെ ആ പ്രസ്താവനയെ ഒന്ന് മറച്ചിടാൻ വേണ്ടിയിട്ട്, അതിനൊരു ഇതാക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ടുള്ള ഒരു ആരോപണം മാത്രമേ അറിയുള്ളൂ. വയനാട്ടിൽ നിന്നും അങ്ങനെ ഒരു ഉണ്ടാവാൻ വഴിയില്ല. പിന്നെ ഇവിടെ അതങ്ങനെ കള്ളവോട്ടുകൾ വന്നു എന്നൊക്കെ പറയുമ്പോൾ ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളിലൊക്കെ പരാജയം തന്നെ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും വരാൻ പാടില്ല എന്നാണ്, ഒത്തിട്ടില്ല എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇന്നലെ പിന്നെ ചാനലുകളിൽ വന്നിട്ടില്ലേ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലുണ്ടാവുന്നു. കണിയമ്പറ്റ പഞ്ചായത്തിലെ വരദൂരില് ചൗണ്ടേരി എന്ന സ്ഥലമുണ്ട്. ആ ചൗണ്ടേരി എന്നുള്ളതാണ് എന്താണ് ഒരു സ്ഥലത്തിന്റെ പേരാണ്, വീട്ടുപേരല്ല. വിവിധ ജാതി മതസ്ഥരായ ആളുകൾക്ക് അതുണ്ട്. രണ്ടാമത് തിരുവമ്പാടി മണ്ഡലത്തിലെ വള്ളിക്കെട്ട് എന്ന സ്ഥലമുണ്ട്. ആ വള്ളിക്കെട്ട് എന്ന സ്ഥലത്ത് അവിടെയും സെയിം വരദൂർ പോലെ തന്നെയാണ് അവിടെ. പിന്നെ 3 മറിയ എന്ന 3 ആളുകൾക്ക് പേര് കൊടുത്തിട്ടുണ്ട്.
അത് മൂന്നും മറിയാണെന്ന് കൃത്യമായിട്ട് തെളിവുകളുണ്ട്. ഇതുപോലെ തന്നെ ആയിരിക്കും റായ്ബറേലിയിൽ ഇവർ പറഞ്ഞിട്ടുണ്ടാകുക, മറ്റ് സ്ഥലങ്ങളും ഇവർ തന്നെയായിട്ട് പറഞ്ഞിട്ടുണ്ടാകുക. അപ്പൊ ഇത് വയനാട്ടുകാർ അപമാനിച്ച ഒരു പ്രസ്താവനയാണോ കേന്ദ്ര കൃത്യമായിട്ടും വയനാട്ടുകാരെ അപമാനിച്ചത് മാത്രമല്ല, ഈ ഠാക്കൂറിന്റെ പ്രസ്താവനയെ പിന്താങ്ങാൻ വയനാട് ജില്ലയിലെ ഒരു BJP നേതാവും ഇതുവരെ രംഗത്ത് വന്നിട്ടില്ല. ഇവിടെ വൻ ഭൂരിപക്ഷത്തോടുകൂടിയാണ് പ്രിയങ്ക ഗാന്ധി ജയിച്ചത്. അത് കള്ളവോട്ടിന്റെ പുറത്തിൽ അല്ല ജയിച്ചത്. ജനങ്ങളെല്ലാം മനസ്സറിഞ്ഞ് വോട്ട് ചെയ്തിട്ടാണ്. പ്രിയങ്ക ഗാന്ധിക്ക് കള്ളവോട്ട് ജയിക്കേണ്ട ആവശ്യമില്ല. വയനാടിന്റെ അവസ്ഥ വെച്ച് നോക്കുമ്പോഴും വോട്ടിങ്ങിന്റെ ഇത് വെച്ച് നോക്കുമ്പോഴും അവർക്ക് അങ്ങനെ ജയിക്കേണ്ട ഒരു കള്ളവോട്ടിൽ ജയിക്കേണ്ട കാര്യം. കേരളത്തിനെ സംബന്ധിച്ചോളം വയനാട്ടിലാണ് അവള് ജയിച്ചത്. വയനാട്ടിനെ സംബന്ധിച്ചോളം അങ്ങനെ ഒരു കള്ളവോട്ട് ചെയ്ത് ആരും ജയിപ്പിക്കൂല. വയനാട്ടുകാർ അങ്ങനത്തെ ഒരു ആൾക്കാരല്ല. അപ്പൊ കേന്ദ്രമന്ത്രി പറഞ്ഞ വയനാടിനെ അപമാനിക്കുന്നതിന് തുല്യമാണ്. അത് വയനാട്ടിനെ അപമാനിക്കുന്ന ഒരു തുല്യമാണ്. ഉള്ള വോട്ട് തന്നെ ചെയ്യാൻ പോകാത്ത ആൾക്കാരാണ് വയനാട്ടുകാർ. പിന്നെ കള്ളവോട്ട് ചെയ്ത് ജയിപ്പിക്കുന്ന പ്രതീക്ഷയല്ല, കളവാന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം സാധാരണത്തെ ഇവിടെ ഞങ്ങളൊക്കെ വാർഡിലുകളിലൊക്കെ കറക്റ്റ് വോട്ട് ചേർത്ത വോട്ട് മാത്രമേ ചെയ്തിട്ടുള്ളൂ, ഇല്ലാത്ത വോട്ടുകളൊന്നും ചെയ്തിട്ടില്ല. അത് അവർക്ക് എതിരായിട്ട് വന്നൊരു ഇത് വെച്ച് മറികടക്കാൻ വേണ്ടിയുള്ള ശ്രമം അവരുടെ ഭാഗത്തുനിന്നുണ്ട്. ഇല്ലാത്ത കഥകൾ പറഞ്ഞുണ്ടാക്കുന്നതിനെ കൊണ്ട് അതിനോട് ദിവസം ഒരാവശ്യമില്ല. ഇഷ്ടംപോലെ കോൺഗ്രസിന് അടിത്തറയുള്ള മണ്ഡലമല്ലേ ഇത്. 2 ലക്ഷം 3 ലക്ഷം ഒക്കെ പിന്നെ ഭൂരിപക്ഷം ജയിക്കുന്നത് 4 ലക്ഷം തവണ 5 ലക്ഷം. അതിന്റെ ഒരു ആവശ്യമില്ല. അല്ലാണ്ട് തന്നെ വോട്ടുകളുണ്ടല്ലോ. ഇവിടെ 2 രാഷ്ട്രീയ പാർട്ടികളും നല്ല ശക്തമാണ്. അതുകൊണ്ട് കള്ളവോട്ടൊന്നും അങ്ങനെ വരാനുള്ള സാധ്യത നമ്മൾ കാണുന്നില്ല. അവരൊരു ആരോപണം ഉന്നയിക്കുന്ന മാത്രമല്ലേ. അങ്ങനെ ആരെപ്പറ്റി എന്തും പറയാലോ. അതൊക്കെ വെച്ച് തെളിയിച്ചു വരേണ്ട കാര്യങ്ങളല്ലേ. ഓൾറെഡി UDFന്റെ ഒരു മണ്ഡലമാണ്. പ്രിയങ്ക ഗാന്ധിനെ പോലുള്ള സ്ഥാനാർത്ഥിക്ക് അതിന്റെ ആവശ്യമില്ല. എവിടെ പോയി നിന്നാലും എതിർസ്ഥാനായി കെട്ടിവെച്ച പൈസ വരെ കിട്ടൂല. അത് കളവന്നാണല്ലോ, ഉറപ്പാണല്ലോ. കള്ളവോട്ട് ചെയ്യുക, കള്ളവോട്ട് നമ്മൾ ആദ്യം മുതൽ കാണുന്ന വെച്ചാൽ നിങ്ങളെ വോട്ട് ഞാൻ ചെയ്യുക, അതൊക്കെയാണ് കള്ളവോട്ട്. ഇത് നൂതന രീതിയിലുള്ള കള്ളവോട്ടിനെ പറ്റിയിട്ടാണ് ഇപ്പം രാഹുൽ ഗാന്ധി പറഞ്ഞത്. കള്ളവോട്ട് ചെയ്യാൻ സാധ്യതയില്ല. ആരോപണമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത്രയും കാലത്തിന്റെ അടുത്ത് ആരോപണം അവിടെ ഉണ്ടായിട്ടില്ല. നമ്മൾ നിഷ്പക്ഷമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഇത്രയും കാലം അങ്ങനെ ഒരു സംഭവം കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ല.